ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. +2 സുവോളജി പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് എല്ലാം വന്നു കഴിഞ്ഞു. എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. അതിന്റെ കൂടെ 1 മാർക്കിന് വൈവ ഉണ്ടായിരിക്കും. വൈവ അത്ര ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ബയോകെമിസ്ട്രിയിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിയിൽ നമുക്ക് കുറച്ച് മോഡലുകളൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. ഹാർട്ട്, ബ്രെയിൻ, ഐ, ഇയർ എന്ന് പറയുന്ന കുറച്ച് മോഡലുകളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ദെൻ ജോയിന്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് വൈവ ക്വസ്റ്റ്യൻസ് വരുന്നത്. വൈവ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ചോദ്യവും എങ്ങനെ വരും, അതിന് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ. അതായത് നമ്മുടെ റെക്കോർഡിൽ നമ്മൾ ഒരു 10 ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഫോട്ടോഗ്രാഫ് ആയിരിക്കും വെക്കുന്നത്. ഈ ഒരു ക്വസ്റ്റിന് ടോട്ടൽ ഒരു സ്കോർ ആണുള്ളത്. ഓക്കെ, ഒരു സ്കോർ ആണുള്ളത്. ഇതിൽ അര മാർക്ക് വരുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് ആ ഒരു ഫോട്ടോഗ്രാഫ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അതിന്റെ പേര് എഴുതുക ജസ്റ്റ്. ദെൻ 1 വാല്യൂ പോയിന്റ്, അതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ, ഒരൊറ്റ ക്യാരക്ടർ പഠിച്ചാൽ മതി. ദെൻ ഒരു അഡാപ്റ്റേഷനും പഠിക്കാം, ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ 3 പോയിന്റ് മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടാവുക. അപ്പൊ അതെങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മളിവിടെ പറയും. ദെൻ ആ ഒരു പോയിന്റ് എഴുതുന്നതിന് അര മാർക്കും. അങ്ങനെ ടോട്ടൽ 1 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് ഉണ്ടാവുക. ഏതൊക്കെയാണ് നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്? ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, ദെൻ റൗണ്ട് വേം, എർത്ത് വേം, ലീച്ച്, ഹണി ബി, സിൽക്ക് വേം, പ്രോൺ, സ്നെയിൽ, സ്റ്റാർഫിഷ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരൂ. ആദ്യത്തെ ഹൈഡ്രയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈഡ്ര സാധാരണയായിട്ട് ഇതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ ആണ് ചോദിക്കുക. ഓക്കെ, വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഹൈഡ്രയെ കുറിച്ച് ഒരൊറ്റ പോയിന്റേ നിങ്ങൾ പഠിക്കാനുള്ളൂ. ടെന്റക്കിൾസ് പ്രസന്റ്. ടെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ടെന്റക്കിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ടെന്റക്കിൾസ് പ്രസന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ലിവർ ഫ്ലൂക്ക്. ഫാസിയോള എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ലിവർ ഫ്ലൂക്ക് അല്ലെങ്കിൽ ഫാസിയോള, ഏതെങ്കിലും ഒരു നെയിം എഴുതിയാൽ മതി. ഓക്കെ, ഇത് സാധാരണയായിട്ട് ഒന്നെങ്കിൽ ഇതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം നിങ്ങളുടെ റെക്കോർഡിൽ ഇല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ ലിവർ ഫ്ലൂക്ക് ആണ് എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ദെൻ ഐഡന്റിഫൈങ് ക്യാരക്ടറോ അല്ലെങ്കിൽ അഡാപ്റ്റേഷനോ ചോദിക്കൂ. ഐഡന്റിഫൈങ് ക്യാരക്ടറിൽ ഫസ്റ്റ് ഒരൊറ്റ പോയിന്റ് പഠിക്കാം, സക്കേഴ്സ് പ്രസന്റ്. ഓക്കെ, ദെൻ അഡാപ്റ്റേഷനിലും ആ പോയിന്റ് തന്നെ എഴുതിയാൽ മതി, സക്കേഴ്സ് പ്രസന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൗണ്ട് വേം ഓർ അസ്കാരിസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതും? അസ്കാരിസ് എന്ന് എഴുതുക. ഐഡന്റിഫൈങ് ക്യാരക്ടർ ക്യൂട്ടിക്കുലാർ കവറിങ് ഈസ് പ്രസന്റ് എന്ന് എഴുതുക. ഓക്കെ, അതായത് ഒരു ഇതിന്റെ പുറമെ ഒരു ക്യൂട്ടിക്കുലാർ കവറിങ് പ്രസന്റ് ആണെന്നുള്ളത് എഴുതുക. ദെൻ അഡാപ്റ്റേഷനും ഇതേ പോയിന്റ് തന്നെ എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എർത്ത് വേം. എർത്ത് വേമിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സിലിണ്ടറിക്കൽ സെഗ്മെന്റഡ് ബോഡി. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് സെഗ്മെന്റഡ് ബോഡി എന്ന് എഴുതിയാലും മതി. സാധാരണ എർത്ത് വേം വെക്കുമ്പോൾ എപ്പോഴും ചോദിക്കുക എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ഇൻക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. ദെൻ നെക്സ്റ്റ് ഈസ് ലീച്ച്. ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ ചോദിച്ചാലും അഡാപ്റ്റേഷൻ ആണെങ്കിലും ഒരേ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി, സക്കേഴ്സ് പ്രസന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹണി ബി. ഹണി ബിയുടെ ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കൈറ്റിനസ് ക്യൂട്ടിക്കിൾ അല്ലെ, അല്ലെങ്കിൽ വിങ്സ് ആർ പ്രസന്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് എഴുതാം. ഓക്കെ, ദെൻ കൈറ്റിനസ് ക്യൂട്ടിക്കിൾ, കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയ ക്യൂട്ടിക്കിൾ ആണ് ഇവരുടെ ശരീരത്തിനുള്ളത്. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കും. ഹണി ബി ആണ് വെക്കുന്നതെങ്കിൽ അധികവും വരിക എക്കണോമിക് ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഗീവ്സ് ഹണി ആൻഡ് ബീ വാക്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിൽക്ക് വേം ഓർ ബോംബിക്സ്. ഡയഗ്രാം നോക്കാം. സിൽക്ക് വേം ഐഡന്റിഫൈങ് ക്യാരക്ടർ കൈറ്റിനസ് ക്യൂട്ടിക്കിൾ എന്നുള്ള പോയിന്റ് തന്നെ പഠിച്ചാൽ മതി. കാരണം ഇവരിലും എന്താണ്? കൈറ്റിന് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യൂട്ടിക്കുലാർ കവറിംഗ് ആണ് ഇവർക്ക് ഉള്ളത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഗീവ്സ് സിൽക്ക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രോൺ. നമ്മുടെ ചെമ്മീനാണ് പ്രോൺ. അതിന്റെ ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് കൈറ്റിനസ് ക്യൂട്ടിക്കിൾ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനാണ് ഒരേ പോയിന്റ്സ് തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇവിടെ കൈറ്റിനസ് ക്യൂട്ടിക്കൽ എന്ന് എഴുതുക. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്നെയിൽ. സ്നെയിൽ എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ സ്പൈറൽ ഷെൽ എന്ന് എഴുതുക. അഡാപ്റ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ് സ്നെയിലിന്റെ. ഗിൽസ് ഫോർ അക്വാട്ടിക് റെസ്പിറേഷൻ ആൻഡ് ലങ്സ് ഫോർ ടെറസ്ട്രിയൽ റെസ്പിറേഷൻ. വെള്ളത്തിലായിരിക്കുമ്പോൾ ഗിൽസ് ആണ് ഇതിനെ റെസ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ശ്വസിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലാൻഡ് അല്ലെ, കരയിലാവുമ്പോൾ ഇതിനെ ശ്വസിക്കാൻ സഹായിക്കുന്നത് ലങ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സ്റ്റാർ ഫിഷ് ആണ്. ഐഡന്റിഫൈയിങ് ക്യാരക്ടർ മാത്രം പഠിച്ചാൽ മതി. സ്റ്റാർ ഷേപ്ഡ് ബോഡി വിത്ത് 5 ആംസ് എന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റിന് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ പിക്ചർ ഓഫ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി വേർട്ടിബ്രേറ്റ് ആനിമൽ. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇൻവേർട്ടിബ്രേറ്റ് ആണ് അല്ലെ. ഇനി വേർട്ടിബ്രേറ്റ് ആനിമൽസ് ആണ് നമ്മൾ പിന്നീട് നമ്മുടെ റെക്കോർഡിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അതിന് സ്കോർ വരുന്നത് ഒരു സ്കോർ തന്നെയാണ്. അരമാർക്ക് നമ്മൾ ഏതാണ് എന്നുള്ള ആ ഒരു പേര് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അരമാർക്ക്. ദെൻ വാല്യൂ പോയിന്റിന് അരമാർക്കും. അതിന്റെ ടോട്ടൽ 1 മാർക്കായിരിക്കും ഉണ്ടാവുക. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ആയിരിക്കും ഈ ഒരു വാല്യൂ പോയിന്റ് എന്നുള്ളതിൽ ചോദിക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ചോദിക്കാം, അതുമല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം. ഒരുമിച്ച് ചോദിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. വേർട്ടിബ്രേറ്റിൽ 6 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഷാർക്ക്, ദെൻ രോഹു, ഫ്രോഗ്, ഗാർഡൻ ലിസാർഡ്, പീജിയൻ, റാബിറ്റ്. ആദ്യം ഷാർക്ക് നോക്കാം. ഷാർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടറും എക്കണോമിക് ഇമ്പോർട്ടൻസും അഡാപ്റ്റേഷനും നിങ്ങൾ പഠിക്കണം. ഇതിൽ ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ വെൻട്രൽ മൗത്ത് എന്ന് പഠിക്കാം. ഓക്കെ, ഇവരുടെ മൗത്ത് വെൻട്രൽ സൈഡിലാണ് കാണുന്നത്, വെൻട്രൽ മൗത്ത് ആണ്. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ്. ദെൻ അഡാപ്റ്റേഷൻ, സ്ട്രീം ലൈൻഡ് ബോഡി. അഡാപ്റ്റേഷനിൽ എഴുതാം സ്ട്രീം ലൈൻഡ് ബോഡി. സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ 2 എൻഡും ഒന്ന് നോക്കിയേ. ഷാർക്കിന്റെ ബോഡിയുടെ 2 എൻഡും നോക്കൂ. ഇങ്ങനെ കുറച്ചൊരു ഇതായിട്ടാണ് വരിക. സെന്ററിൽ കുറച്ച് ബ്രോഡ് ആയിട്ട് അല്ലെ, പരന്ന് നിൽക്കുന്ന രീതിയിലാണ് വരിക. ഇങ്ങനെയുള്ള ഒരു ബോഡിയെയാണ് എന്ത് പറയുന്നത്? സ്ട്രീം ലൈൻഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്തത് രോഹുവിനെ കുറിച്ച് നോക്കാം. ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ നിങ്ങൾ എന്ത് എഴുതും? ടെർമിനൽ മൗത്ത് എന്ന് പഠിച്ചു വെക്കാം. നമ്മൾ നേരത്തെ വെൻട്രൽ മൗത്ത് ആണ് പഠിച്ചത് അല്ലെ. ഷാർക്കില് വെൻട്രൽ മൗത്ത് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ദെൻ ഇവിടെ എന്താ? രോഹുവില് ടെർമിനൽ മൗത്ത് ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് അല്ലെ, ഭക്ഷണമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റേഷൻ നേരത്തെ പറഞ്ഞ അതേ അഡാപ്റ്റേഷൻ തന്നെ എഴുതാം, സ്ട്രീം ലൈൻഡ് ബോഡി. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്രോഗ് ഓർ റാന. ഫ്രോഗിന്റെ ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ മോയിസ്റ്റ് സ്കിൻ എഴുതാം. ഫ്രോഗിന്റെ സ്കിൻ എപ്പോഴും ഒരു ഈർപ്പമുള്ള സ്കിൻ ആയിരിക്കും, മോയിസ്റ്റ് സ്കിൻ. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഫുഡ്. അഡാപ്റ്റേഷൻ, സ്കിൻ ആൻഡ് ലങ്സ് ആർ പ്രസന്റ് ഫോർ റെസ്പിറേഷൻ അല്ലെ. ശ്വസനത്തിനായിട്ട് സ്കിന്നും ഉണ്ട്, ലങ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഗാർഡൻ ലിസാർഡ് ഓർ കെലോട്ടസ്. ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ ഡ്രൈ സ്കെയിൽഡ് സ്കിൻ അല്ലെ, ഡ്രൈ ആയിട്ടുള്ള, ഈർപ്പൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെതമ്പല് പോലെ കണ്ടില്ലേ ഇതിന്റെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ സ്കെയിൽഡ് സ്കിൻ ആയിരിക്കും. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇറ്റ് ക്യാൻ ചേഞ്ച് ദ കളർ. കാമോഫ്ലേജ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇവർ എനിമീസിൽ നിന്നുമൊക്കെ രക്ഷ നേടാറുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ഇവിടെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പീജിയൻ. ഐഡന്റിഫൈയിങ് ക്യാരക്ടറിൽ ഫെദേഴ്സ് ആൻഡ് ബീക്ക് പ്രസന്റ് എന്ന് എഴുതാം. അഡാപ്റ്റേഷനിൽ 4 ലിംബ്സ് മോഡിഫൈഡ് ആസ് വിങ്സ് എന്ന് എഴുതാം. നമ്മുടെ 4 ലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളാണ് അല്ലെ. അപ്പൊ ബേർഡ്സിന്റെ കേസിൽ 4 ലിംബ് ആണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? ഇവരുടെ വിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ആ ഒരു പോയിന്റ് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് റാബിറ്റ്. ഐഡന്റിഫൈയിങ് ക്യാരക്ടർ ബോഡി കവേർഡ് വിത്ത് സോഫ്റ്റ് ഹെയേഴ്സ് ഉണ്ടായിരിക്കും ഇവരുടെ ബോഡിയിൽ. എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി പഠിക്കുക, യൂസ്ഡ് ആസ് ഫുഡ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിന് വേണ്ടി പഠിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ജോയിന്റിൽ നിന്നാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജോയിന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒന്നെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കും. ചില സ്കൂളുകളിൽ അതിന്റെ മോഡൽ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ ഫോട്ടോഗ്രാഫ് ആയിരിക്കും വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഒരു മോഡൽ വെച്ചിട്ട് അതിന്റെ ജോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും സ്റ്റിക്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മാർക്കർ യൂസ് ചെയ്തിട്ടോ അവിടെ
ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ജോയിന്റ് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ടോട്ടൽ 1 മാർക്കുള്ള ഈ ഒരു ചോദ്യത്തിന് ഐഡന്റിഫിക്കേഷൻ ജോയിന്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അരമാർക്കും വാല്യൂ പോയിന്റിന് അരമാർക്കും ആയിരിക്കും. വാല്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ലൊക്കേഷൻ എഴുതാൻ ചോദിക്കും, ആ ജോയിന്റ് എവിടെയാ കാണുന്നതെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ആ ജോയിന്റിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും. അതും അല്ലെങ്കിലോ ജോയിന്റിന് എക്സാമ്പിൾ ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഓരോന്നിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റിന്റെ ഡയഗ്രാം ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഡയഗ്രാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഐഡന്റിഫൈ ദ ജോയിന്റ്, റൈറ്റ് ഇറ്റ്സ് ലൊക്കേഷൻ. മൂന്നും ഒരുമിച്ച് വരില്ല കേട്ടോ. ഓർ ഇമ്പോർട്ടൻസ് ഓർ എക്സാമ്പിൾ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഹിഞ്ച് ജോയിന്റ് എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ എൽബോ ജോയിന്റ് ആണോ നീ ജോയിന്റ് ആണോ എന്നുള്ളത് കൂടി എഴുതി വെക്കാം. ഓക്കെ, എൽബോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈമുട്ടിൽ വരുന്ന ജോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ മോഡലാണ്, ഫോട്ടോഗ്രാഫിന് പകരം മോഡലാണ് വെക്കാന്നുണ്ടെങ്കിൽ കൈമുട്ടിന്റെ ഭാഗത്താണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഹിഞ്ച് ജോയിന്റ് എന്ന് എഴുതണം. ഓക്കെ, ബ്രാക്കറ്റിൽ എൽബോ ജോയിന്റ് എന്ന് എഴുതാം. ദെൻ നീ ജോയിന്റ് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാൽമുട്ടിൽ വരുന്ന ജോയിന്റ് ആണ്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ മോഡലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ കാൽമുട്ടിന്റെ ഭാഗത്താണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? നീ ജോയിന്റ് എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം? ഇറ്റ് അലോസ് ദ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ. നോക്കൂ, ഇവിടെ ഈ ഒരു എൽബോ ജോയിന്റ് ഒക്കെ ഒരു ഡയറക്ഷനിലേക്കല്ലേ നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റൂ, നേരെ തിരിച്ച് ബാക്കിലേക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഹിഞ്ച് ജോയിന്റിന്റെ പോയിന്റ് പഠിച്ചു വെക്കുക. ഇറ്റ് അലോസ് ദ മൂവ്മെന്റ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഹിപ്പിൽ അല്ലെ, ഹിപ്പിൽ വരുന്ന ജോയിന്റ് ആണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഹിപ്പ് ജോയിന്റ് വരുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്വിംഗിങ് ആൻഡ് റൊട്ടേറ്റിംഗ് മൂവ്മെന്റ്സ്. ഓക്കെ, റൊട്ടേഷൻ അല്ലെങ്കിൽ സ്വിംഗിങ് മൂവ്മെന്റ്സിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ പിവറ്റ് ജോയിന്റ്. സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ മോഡൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ, കഴുത്തിന്റെ ബാക്കിലൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ പിവറ്റ് ജോയിന്റ് എന്ന് എഴുതാം. ഓക്കെ, പിവറ്റ് ജോയിന്റ്. ഇറ്റ് പ്രൊവൈഡ്സ് റൊട്ടേറ്റിംഗ് മൂവ്മെന്റ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് റൊട്ടേറ്റിംഗ് മൂവ്മെന്റ് എന്നുള്ള ആ ഒരു പോയിന്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, നമ്മുടെ ആങ്കിൾ ജോയിന്റ് ഒക്കെ എന്താണ്? ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ കാലിന്റെ ഭാഗത്തൊക്കെയാണ്, സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ കാലിന്റെ ആ ഒരു ഭാഗത്താണ് മാർക്ക് ചെയ്തതെങ്കിൽ എന്തെഴുതും? ആങ്കിൾ ജോയിന്റ് എന്ന് എഴുതും അല്ലേ? ഈ ഒരു പോയിന്റും കൂടി ഒന്ന് പഠിക്കുക. ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്ലൈഡിംഗ് മോഷൻ അല്ലെങ്കിൽ സ്ലൈഡിംഗ് മൂവ്മെന്റ്. ഓക്കെ, സ്ലൈഡിംഗ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഐഡന്റിഫൈ ദ മാർക്ക് പാർട്ട് ഓഫ് ദ ഗിവൺ മോഡൽ. ഫിസിയോളജിയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറെ മോഡൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫിസിയോളജിയിൽ നമ്മുടെ ഓർഗാൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഐ, ഇയർ, ബ്രെയിൻ, ഹാർട്ട് തുടങ്ങിയ ഓർഗാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ വെക്കും, ഒന്നേ വെക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഐഡന്റിഫൈ ചെയ്യാന് അരമാർക്ക്. ആ മോഡൽ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഭാഗം ഏതാന്ന് എഴുതുന്നതിന് അരമാർക്ക് ഉണ്ട്, ആ മാർക്ക് ചെയ്ത ഭാഗം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐന്റെ സ്ട്രക്ചർ ആണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ കോർണിയ എന്ന് പറയുന്ന പോർഷൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കോർണിയ എന്ന് നിങ്ങൾ എഴുതുന്നതിന് നിങ്ങൾക്ക് എന്തുണ്ട്? അരമാർക്ക് ഉണ്ട്. ഇനി അതിന്റെ ഫംഗ്ഷനും കൂടി എഴുതണം. ഫംഗ്ഷൻ എഴുതുന്നതിനും അരമാർക്ക് ഉണ്ട്. ഓക്കെ, റൈറ്റ് വൺ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ദി മാർക്ക് പാർട്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 1 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡൽ നമുക്ക് ഇവിടെ ഉള്ളത് ഹാർട്ടാണ്. ഓരോ ഭാഗങ്ങളും അതിന്റെ ഫംഗ്ഷൻസും പഠിക്കുക. ഓക്കെ, പ്രധാനമായിട്ടും ഇതിലെ വാൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡ്, സെമി ലൂണാർ വാൾസ്, 3 വാൾവുകളുണ്ട്. ഏത് വാൾവാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ വാൾവിന്റെ പേര് എഴുതുക, അതിന്റെ ഫംഗ്ഷനും എഴുതുക. ഏത് വാൾവാണെങ്കിലും അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസും നിങ്ങൾ പഠിക്കുക, അവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റൈറ്റ് എട്രിയം. റൈറ്റ് എട്രിയം എന്ന് പറയുമ്പോൾ ഇറ്റ് റിസീവ് ഇംപ്യൂർ ബ്ലഡ്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പോർഷൻ ആണ് ലെഫ്റ്റ് എട്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇറ്റ് റിസീവ് ദ പ്യുവർ ബ്ലഡ് സ്വീകരിക്കുന്ന സ്ഥലമാണ്. ദെൻ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് പമ്പ് ഇംപ്യൂർ ബ്ലഡ് ഇൻ ടു ലങ്സ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആണെങ്കിൽ ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പമ്പ് പ്യുവർ ബ്ലഡ് ടു
all parts of the body. Okay, then superior and inferior vena cava. Superior vena cava ആണെങ്കിലും inferior vena cava ആണെങ്കിലും impure blood ആണ് കളക്ട് ചെയ്യുന്നത്. They collect impure blood. Superior vena cava എന്ത് ചെയ്യുന്നു? Collect impure blood from the upper portion of our body. നമ്മുടെ മുകളിൽ, ഓക്കെ, നമ്മുടെ അബ്ഡോമിനലിന്റെ മേലെ ഇത്രയും ഭാഗങ്ങളിൽ വരുന്ന impure ബ്ലഡിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. എന്നാൽ ഇൻഫീരിയർ വീന കവ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗങ്ങളിലൊക്കെ ഉള്ള impure ബ്ലഡിനെ കളക്ട് ചെയ്ത് പ്യുവർ ബ്ലഡ് ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആരാണ്? ഇൻഫീരിയർ വീന കവയാണ്. ക്ലിയർ അല്ലേ? ദെൻ പൾമണറി ആർട്ടറി. Pulmonary artery carry impure blood into lungs. ലങ്സിലേക്ക് impure bloodനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. Pulmonary vein, it carry pure blood into heart. Then aorta, it carry pure blood into body parts. എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധരക്തം എത്തിക്കുന്നത് ആരാണ്? അയോട്ടയാണ്. Then valves. വാൾവ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നു. 3 വാൾവുകൾ നമുക്ക് ചോദിക്കാം. ഒന്നെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ് ചോദിക്കാം. ഈ വാൾവ് ആണെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ് ആണ്. എന്നാൽ ഈ ഭാഗത്താണെങ്കിൽ ബൈകസ്പിഡ് വാൾവ് ആണ്. മാറിപ്പോകരുത്. ഓക്കെ, അതായത് റൈറ്റ് സൈഡിലാണെങ്കിൽ ട്രൈകസ്പിഡ് വാൾവ്, റൈറ്റ് ആർന്ന് ഓർത്താൽ മതി. ഓക്കെ, ട്രൈയിലും ആറുണ്ട് അല്ലേ. ദെൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബൈകസ്പിഡ് വാൾവ്, അങ്ങനെ ഓർക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ലങ്സ്. ലങ്സിന്റെ ഓരോ ഭാഗങ്ങളും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കൂ. ട്രക്കിയ, ക്യാരി എയർ ടുവേർഡ്സ് ലങ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് ബ്രോങ്കൈ. ബ്രോങ്കൈയുടെ ഫംഗ്ഷൻ ഇറ്റ് ക്യാരി എയർ ടുവേർഡ്സ് ലങ്സ്. ലങ്സിലേക്ക്, ഇതാണ് ലങ്സ് അല്ലേ, ഇതാണല്ലോ നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലേക്ക് എയർ എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ബ്രോങ്കൈക്ക് ഉള്ളത്. ദെൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലങ്സ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ലങ്സിന് 2 ലോബ്സ് ഉണ്ട് എന്നറിയാം. They stores and exchange the respiratory gases. The next one is alveoli. അതായത് ഇതിനകത്ത് കാണുന്ന ഈ സ്ട്രക്ചേഴ്സിനെയാണ് ഇവിടെ ഒന്നുകൂടി എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൽവിയോളൈ എന്ന് പറയുന്നത് stores and exchange the respiratory gases. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ലങ്സിൽ വരുന്നത്. The next is kidney. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം വെക്കും. കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് കോർട്ടെക്സ്. നെഫ്രോൺസ് പ്രസന്റ് ഫോർ യൂറിൻ ഫോർമേഷൻ. ഓക്കെ, നെഫ്രോൺസ് പ്രസന്റ് ഫോർ യൂറിൻ ഫോർമേഷൻ. ദ നെക്സ്റ്റ് ഈസ് മെഡുല്ല. ഇറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ യൂറിൻ ഫോർമേഷൻ ഓഫ് യൂറിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആർക്കുണ്ട്? മെഡുല്ലയ്ക്കുണ്ട്. ദ നെക്സ്റ്റ് ഈസ് റീനൽ പിരമിഡ്. ദേ കണ്ടക്ട് യൂറിൻ. Then renal calyx receive urine from collecting that. Renal artery carries blood into kidney. Then renal vein എന്ത് ചെയ്യുന്നു? carries blood from kidney. Then renal pelvis, they carry urine from renal calyx. Then ureter വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ureter. It carries urine from kidney. ഓക്കെ, നമ്മുടെ കിഡ്നിയിൽ ഫോം ചെയ്തിട്ടുള്ള യൂറിൻ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ, നമ്മുടെ യൂറിനറി ബ്ലാഡർ, നമ്മുടെ മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്ന ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് എന്ത്? യുറീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു യുറീറ്ററിന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. വൈവയ്ക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ബ്രെയിൻ. ബ്രെയിനിൽ ഈ ഭാഗങ്ങൾ ഇവിടെ ലാബിൽ ചെയ്ത ഭാഗങ്ങൾ നോക്കാം. ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നോക്കാം. സെറിബ്രം, ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് മെമ്മറി. Then cerebellum, center of body balance. Medulla oblongata controls respiration. Pons, they control the respiration. Thalamus acts as relay station. Then hypothalamus, center of hunger and thirst. Next is corpus callosum, connects the 2 cerebral hemisphere. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കുക. Then next is eye. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. സ്ക്ലീറ, കറോയിഡ്, റെറ്റിന, കോർണിയ, ഐറിസ്, ലെൻസ്, ഒപ്റ്റിക് നെർവ്. ഈ ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. സ്ക്ലീറ പ്രൊട്ടക്ട്സ് ദി ഐബോൾ. നമ്മുടെ ഐബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? സ്ക്ലീറ. Then choroid supplies the blood for eye. Then retina forms image of objects. Cornea passes light rays into eye. Iris controls the amount of light entering into eye. Lens focuses the light into retina. Optic nerve carries impulses from eye into brain. അപ്പോൾ ഇത്രയും ഭാഗങ്ങളെ കുറിച്ചൊന്ന് പഠിക്കാം.
ദെൻ നെക്സ്റ്റ് ഈസ് ഇയർ. ഇയറിൻ്റെ ഡയഗ്രാം നോക്കുക. സ്റ്റിൽ മോഡൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഏത് ഭാഗമാണെന്ന് എഴുതുക, അതിൻ്റെ പോയിന്റ്സും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ആ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു വാല്യൂ പോയിന്റ് കൂടി ഫംഗ്ഷനായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇയർ പിന്ന നമ്മുടെ പുറമേ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, ഇയർ പിന്ന എന്ന് പറയുന്നത്. ഇറ്റ് കളക്ട്സ് സൗണ്ട് വേവ്സ്. ഓക്കെ, ദെൻ ഇയർ കനാൽ പാസസ് സൗണ്ട് വേവ്സ് ഇൻ ടു ടിംപാനം. The next is tympanum. It produces vibration when sound comes. Ear ossicles transmit vibration to inner ear. Then semicircular canals for body equilibrium. Semicircular canal നമ്മുടെ body equilibrium maintain ചെയ്യുന്നു. Then cochlea, center of hearing. ഇത്രയും പോയിന്റ്സ് പഠിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് യൂറിനറി സിസ്റ്റം. ഓക്കെ, യൂറിനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഡയഗ്രാം നോക്കാം. ഇതിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് കിഡ്നി ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോറഗുലേഷൻ. ദെൻ യൂറിറ്റേഴ്സ് ഡയഗ്രത്തിൽ അവിടെ കാണിച്ചിട്ടുണ്ട്, ട്യൂബുലാറായി താഴേക്ക് വരുന്ന, കിഡ്നിയിൽ നിന്നും താഴേക്ക് വരുന്ന ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്താ, യൂറിറ്റേഴ്സ്. എന്താ ചെയ്യുന്നത്, അത് കളക്ട് യൂറിൻ ഓർ ക്യാരി യൂറിൻ ഫ്രം കിഡ്നി ഇൻ ടു യൂറിനറി ബ്ലാഡർ. ബ്ലാഡറിലേക്ക് നമ്മുടെ യൂറിൻ എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് യൂറിറ്റേഴ്സ് ചെയ്യുന്നത്. ദെൻ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യുന്നു, യൂറിനറി ബ്ലാഡർ അതിന്റെ ഫംഗ്ഷനാണ് സ്റ്റോർ യൂറിൻ, യൂറിൻ സ്റ്റോർ ചെയ്യുന്നു. ദെൻ യുറീത്ര, യുറീത്ര എന്ന് പറയുമ്പോൾ ലാസ്റ്റ് കാണുന്ന ആ ഒരു പോർഷനാണ് യുറീത്ര, ആ ഒരു ഓപ്പണിങ്ങിനാണ് യുറീത്ര എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ക്യാരി യൂറിൻ ഫ്രം യൂറിനറി ബ്ലാഡർ ടു ഔട്ട്സൈഡ്, അതായത് ബ്ലാഡർ നിറയുമ്പോൾ അതിൽ നിന്നും യൂറിൻ പുറമേക്ക് പാസ് ചെയ്ത് പോകുന്നത് യുറീത്ര എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്ലൈഡ് ഓഫ് ഗിവൺ മസ്കുലാർ ടിഷ്യൂ. സ്കെച്ച് ആൻഡ് ലാബൽ 2 പാർട്സ്. ഇതിൽ നമുക്ക് 3 മസ്കുലാർ ടിഷ്യൂ നമുക്ക് പഠിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ സ്ട്രയേറ്റഡ് വെക്കാം, അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽ വെക്കാം, അല്ലെങ്കിൽ കാർഡിയാക് മസിലും വെക്കാം. ഇത് സ്ലൈഡ് ആയിരിക്കും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പെർമനന്റ് ആയിട്ടുള്ള സ്ലൈഡ് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ നോക്കുക, എന്നിട്ട് ഏത് മസിലാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അരമാർക്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് എഴുതുക. ഒന്നെങ്കിൽ സ്ട്രയേറ്റഡ് മസിലാവും, അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിലാവും, അല്ലെങ്കിൽ കാർഡിയാക് മസിലാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവും, ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് പോവുക, അത് ഐഡന്റിഫൈ ചെയ്യുക, നോക്കിയിട്ട് ഏതാണ് ആ ഒരു മസിൽ എന്നുള്ളത് എഴുതുക. ഓക്കെ അല്ലേ? എന്നിട്ട് അതൊന്ന് വരയ്ക്കും കൂടെ വേണം, വരച്ച് ലാബിൽ ചെയ്യാം. അതിന് 1.5 മാർക്കും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സ്ട്രയേറ്റഡ് മസിലാണ് വെച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാം. മാറിപ്പോവരുത്, കറക്റ്റായിട്ട് പഠിക്കുക. പലരും ഈ ഒരു മസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറാതെ പഠിക്കുക. നിങ്ങൾ എങ്ങനെയാണോ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത്, ഈ ഒരു രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ വരയ്ക്കുമ്പോൾ അത് വരച്ചു വെക്കരുത്. ഡയഗ്രാം നിങ്ങൾ റെക്കോർഡിൽ വരച്ചിട്ടുള്ള ഡയഗ്രാം ഉണ്ട് അല്ലേ, നല്ല വൃത്തിയായിട്ട് വരച്ച ഡയഗ്രാം ഉണ്ട്. ഇവിടെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം, ലാബിൽ ചെയ്യാം. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഒരു മസിൽ ഉണ്ട് അല്ലേ, നോൺ സ്ട്രയേറ്റഡ് മസിൽ. അതിനെ സ്മൂത്ത് മസിൽ എന്നും പറയും. ഈ ഒരു രീതിയിലായിരിക്കും മൈക്രോസ്കോപ്പിലൂടെ കാണാം. ഓക്കെ, ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വരയ്ക്കാം, ലാബിൽ ചെയ്യാം. ദെൻ കാർഡിയാക് മസിൽ, മൈക്രോസ്കോപ്പിക് വ്യൂ, മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാം. ഓക്കെ, അപ്പോൾ ഇനി സമയമുള്ളവരാണെങ്കിൽ, എക്സാമിന് ഇനിയും ടൈം ഉള്ളവരാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് ലാബിൽ പോയിട്ട് ഈ 3ഉം ഒന്ന് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കത് കാണുന്നതെന്നുള്ളത് ഒന്ന് റഫായിട്ട് വരച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം വരച്ച് ലാബിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ എക്സാമിനർക്ക് തോന്നുകയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ചോദിച്ചാൽ മതിയെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദിക്കും. അല്ലാതെ ഇത് രണ്ടും തന്നിട്ട് നിങ്ങളോട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അവർ പറയും. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയും? വിസറ ഓഫ് ഫ്രോഗ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ രണ്ടും പഠിക്കണം. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനില്ല. എക്സാമിനറിന് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് 3 മാർക്കാണുള്ളത്. നോക്കാം, നമ്മൾ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാണ്. വരയ്ക്കാനും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ലാബിൽ ചെയ്യാനും പഠിക്കാം. ഇതിൽ ഏതെങ്കിലും 4 ഭാഗങ്ങളായിരിക്കും അവർ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ഇസ് ഫ്രോഗ് വിസറ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം തന്നെയാണ്. ഇതിന്റെ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. ഈ 7th ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് നമ്മുടെ ബയോകെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള 3 ചോദ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും.
മൂന്നും പഠിക്കണം നമ്മൾ. ഓക്കെ, മൂന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തരില്ല, എക്സാമിനർക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് ചോദ്യം ചോദിക്കണം എന്നുള്ളത്. നമുക്ക് പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, ഈ മൂന്നെണ്ണാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം വരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനും വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പ്രോട്ടീൻ എന്ന് ചോദിച്ചാലും ആൽബുമിൻ എന്ന് പറഞ്ഞാലും ഒരേ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. ബയോകെമിസ്ട്രിയുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് തരും. അതിൽ ഒരെണ്ണത്തിൽ എ എന്ന് മാർക്ക് ചെയ്യും, ഒരെണ്ണത്തിൽ ബി എന്ന് മാർക്ക് ചെയ്യും. ഇതിൽ രണ്ടിലും സാമ്പിൾ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഈ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു 3 രീതിയിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാമിനർ ചോദിക്കുക എന്ന് പറഞ്ഞു അല്ലേ. അതിലെ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. 2 സാമ്പിൾ സൊല്യൂഷൻസ് എ ആൻഡ് ബി ആർ ഗിവൺ. ഐഡന്റിഫൈ ദ സാമ്പിൾ വിത്ത് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ ഓർ സ്റ്റാർച്ച്. റൈറ്റ് പ്രൊസീജിയർ ആൻഡ് റിസൾട്ട്. ഇതിൽ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരുമിച്ച് ചോദിക്കില്ല. ഗ്ലൂക്കോസും പ്രോട്ടീനും സ്റ്റാർച്ചും ഒരുമിച്ച് ചോദിക്കില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ഗ്ലൂക്കോസ് ഉള്ളത്, അല്ലെങ്കിൽ ചോദിക്കും ഏതിലാണ് പ്രോട്ടീൻ ഉള്ളത്, അല്ലെങ്കിൽ ഏതിലാണ് സ്റ്റാർച്ച് ഉള്ളത്. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഇതിൽ എക്സ്പെരിമെൻറ്റിന് 1 മാർക്കാണ്, പ്രൊസീജിയർ എഴുതുന്നതിന് 1/2 മാർക്കാണ്, റിസൾട്ട് എഴുതുന്നതിനും 1/2 മാർക്കാണ്. ആദ്യം നമുക്ക് ഗ്ലൂക്കോസ് ആണ് തന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സാമ്പിൾ എയും ബിയും ഉണ്ടായിരിക്കും. രണ്ടിലും നമ്മൾ ഒരേ ടെസ്റ്റുകൾ തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം സാമ്പിൾ എ എടുക്കുക, അതിൽ നിന്നും 2 ml സാമ്പിൾ എടുത്തിട്ട് വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. അതിലേക്ക് 2 ml ബെനഡിക്ട് റിയേജൻറ്റ് ആഡ് ചെയ്യുന്നു. 2 മിനിറ്റ് അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ബോയിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ പതുക്കെ മാറി മാറി ആദ്യം ബ്ലൂ ആവും, പിന്നെ ഗ്രീൻ ആവും, പിന്നെ ഓറഞ്ച് ആവും, പിന്നെ ബ്രിക്ക് റെഡ് ആവും. ഓക്കെ, ഇങ്ങനെ ബ്രിക്ക് റെഡ് കളർ വരികയാണെങ്കിൽ, ഇഷ്ടികയുടെ ആ ഒരു റെഡ് കളർ വരികയാണെങ്കിൽ അതിനർത്ഥം അതിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്നാണ്. ഓക്കെ, ഇനി ഇതേ ടെസ്റ്റ് തന്നെ സാമ്പിൾ ബിയിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എയിൽ അവിടെ കിട്ടിയതുകൊണ്ട് ബിയിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് എഴുതുക, ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ആ പ്രൊസീജിയറും അതിൻ്റെ ഒബ്സർവേഷനും ഇൻഫറൻസും എഴുതുക. ഓക്കെ, ഇവിടെ 2 ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബെനഡിക്ട് റിയേജൻറ്റ് വെച്ച് ചെയ്യുന്ന ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഫെലിൻസ് റിയേജൻറ്റ് അല്ലെങ്കിൽ ഫെലിൻസ് എ, ഫെലിൻസ് ബി വെച്ച് ചെയ്യുന്ന ടെസ്റ്റും ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ളത് അത് മാത്രം ആ ഒരു ടെസ്റ്റ് ചെയ്താൽ മതി. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നില്ല. ഓക്കെ, ലാസ്റ്റ് റിസൾട്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എയിലാണെന്നുണ്ടെങ്കിൽ എ കണ്ടെയ്ൻസ് ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ബിയിലാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീനിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. പ്രോട്ടീൻ, അപ്പോൾ ഇതുപോലെ തന്നെ സാമ്പിൾ എടുക്കുക. ഒരു 2 ml സാമ്പിളിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? 2 drops ഓഫ് സൾഫോസാലിസിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്നാണ്. ഓക്കെ, പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ഉണ്ട് എന്നാണ്. ആൽബുമിനിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും പ്രോട്ടീനിൻ്റെ ഇതേ ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോട്ടീൻ്റെ ടെസ്റ്റ് മറ്റൊരു രീതിയിലും നമുക്ക് ചെയ്യാം. അതായത് 3 ml സാമ്പിളിലേക്ക് ബയോറെഡ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് പിങ്ക് കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോട്ടീൻ പ്രസൻറ്റ് ആണ് എന്നാണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്കൂളിൽ ഏതാണോ ചെയ്തത്, നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ ഏതാണോ ചെയ്തത് ആ ഒരു ടെസ്റ്റ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് ആൻസർ എഴുതുന്ന സമയത്ത് ഇതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്നുള്ളത് എഴുതി താഴെ റിസൾട്ട് എന്ന് കൂടി എഴുതണം. റിസൾട്ടിന് 1/2 മാർക്കുണ്ട്, റിസൾട്ട് എഴുതാൻ മറക്കരുത്. സാമ്പിൾ എയിലാണെങ്കിൽ സാമ്പിൾ എ കണ്ടെയ്ൻ പ്രോട്ടീൻ, അല്ലെങ്കിൽ സാമ്പിൾ ബി ആണെങ്കിൽ സാമ്പിൾ ബി കണ്ടെയ്ൻ പ്രോട്ടീൻ എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ഈസ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ml സാമ്പിളിലേക്ക്, ഓക്കെ, സാമ്പിൾ എടുക്കുക. ആദ്യം ഒരു സാമ്പിൾ എടുക്കുക, സാമ്പിൾ എ എടുക്കുക. അതിൽ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുക. 2 ml സാമ്പിളിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്യൂ ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കളർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് ബ്ലൂ കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അയഡിൻ സൊല്യൂഷൻ കൂടി പോയി കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എഴുതി റിസൾട്ടും കൂടെ എഴുതുക. ഇനി ഈ ഒരു 7th ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കും നമ്മൾ പറഞ്ഞിരുന്നു. നോക്കാം. 2 urine samples A and B are given. Identify the presence of albumin in the sample. Write the procedure and result. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആൽബുമിൻ ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പ്രോട്ടീൻ തന്നെ. ഓക്കെ, പ്രോട്ടീൻ്റെ ടെസ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് കോളം വരച്ച് കറക്റ്റ് എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എഴുതി
കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷം താഴെ റിസൾട്ട് എഴുതാം. 7th ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം നമ്മൾ പറഞ്ഞു. നോക്കാം. 2 urine samples A and B are given. Identify the urine of diabetic patient. Write the procedure and result. ഇവിടെ ഡയബറ്റിക് പേഷ്യൻ്റെ യൂറിൻ ആണ് അല്ലേ, അതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഏതായിരിക്കും? ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്തു കഴിഞ്ഞിട്ട് എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എഴുതി താഴെ റിസൾട്ട് എഴുതുന്ന സമയത്ത് എന്തെഴുതണം? സാമ്പിൾ എയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? സാമ്പിൾ എ കണ്ടെയ്ൻ ദ യൂറിൻ ഓഫ് ഡയബറ്റിക് പേഷ്യൻറ്റ്. ഓക്കെ, ഇനി അതല്ല സാമ്പിൾ ബിയിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? സാമ്പിൾ ബി കണ്ടെയ്ൻ ദ യൂറിൻ ഓഫ് ഡയബറ്റിക് പേഷ്യൻറ്റ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. ഓക്കെ, ഒന്നുകിൽ ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് കാണിക്കാനായിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്മിയർ ചെയ്ത് കാണിക്കാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ 2 മാർക്കാണുള്ളത്. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് 1 മാർക്കും അതുപോലെ ഡയഗ്രം വരയ്ക്കുന്നതിന് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിന് 1 മാർക്കുണ്ട്. ദെൻ അത് നമ്മളൊന്ന് ലാബിൽ ചെയ്ത് ഡയഗ്രം വരച്ച് ലാബിൽ ചെയ്ത് കാണിക്കുന്നതിനും 1 മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 2 സ്കോറാണ് ഈ ഒരു ക്വസ്റ്റ്യനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മുടെ ചീക്ക് എപ്പിത്തീലിയം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. Prepare a stain slide of your cheek epithelium. Draw and label 2 parts of a single cell. അതായത് ചീക്ക് എപ്പിത്തീലിയം ചെയ്യുക എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ മൗത്തിന് ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു? സലൈവയോട് കൂടിയ നമ്മുടെ ചീക്ക് സെല്ല് എടുക്കുന്നു അല്ലേ, എന്നിട്ട് അതൊരു സ്ലൈഡിലേക്ക് വെക്കുന്നു. ദെൻ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിന് മുകളിലേക്ക് നമ്മൾ മെത്തിലിൻ ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. സ്റ്റെയിനിൻ്റെ പേര് മാറിപ്പോകരുത്, മെത്തിലിൻ ബ്ലൂ. ഇവിടെ ബ്ലൂ കളറിലല്ലേ ഇത് കാണുന്നത്, അങ്ങനെ ഓർക്കൂ കേട്ടോ. മെത്തിലിൻ ബ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ അത് ഒരു 1 മിനിറ്റ് നേരത്തേക്ക് അത് ഡ്രൈ ചെയ്യാൻ വെക്കുന്നു. ദെൻ എക്സസ് സ്റ്റെയിന് വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്ത് എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ അതിനുശേഷം ഇവിടെ ലാബിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഡയഗ്രാം കൂടി ഒന്ന് വരയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ബ്ലഡ് സ്മിയർ. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Prepare a thin stained slide of your blood. Draw and label 2 WBC. അപ്പോൾ നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ ഈ ഒരു ആദ്യത്തെ ഡയഗ്രാം നോക്കൂ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ കാണാം. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും 2 WBC നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ തൊട്ടടുത്ത സൈഡിൽ തന്നെ WBC ഒരു 5 എണ്ണത്തിൻ്റെ ഡയഗ്രാം ഇവിടെ ഉണ്ട്. ഇതിൽ നിങ്ങളിതൊന്ന് പഠിച്ചു വയ്ക്കുക, ഇത് വരയ്ക്കുക. ഓക്കെ, ഇതിൽ ലാബിൽ ചെയ്യാനൊന്നുമില്ല, വരച്ചതിൻ്റെ പേര് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും 8th ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലും 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരിക. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ പാത്തജൻ. ഇതൊന്നെങ്കിൽ സ്ലൈഡ് വയ്ക്കാം അല്ലെങ്കിൽ ഡയഗ്രാം വയ്ക്കാം. അധികവും ഡയഗ്രാമാണ് വയ്ക്കാറ്, ചില സ്കൂളിൽ സ്ലൈഡ് വയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ലാബിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലായിരിക്കും ഇത് വരിക. സ്ലൈഡ് ഉണ്ടെങ്കിൽ സ്ലൈഡ് ആയിരിക്കും വയ്ക്കുക. നിങ്ങൾ സ്ലൈഡ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡയഗ്രാം ആയിരിക്കും വയ്ക്കുക. ദെൻ നെയിം ദ ഡിസീസ് കോസ് ബൈ ഇറ്റ്, റൈറ്റ് 1 സിംറ്റം. ഇനി അതല്ലെങ്കിൽ ഹോമലോഗസ് അനലോഗസ് ഓർഗാൻസിനെ കുറിച്ച് നമ്മൾ 2nd ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലേ, എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ അനലോഗസ് ഓർഗാൻസിൻ്റെ ഡയഗ്രാം വയ്ക്കും അല്ലെങ്കിൽ ഹോമലോഗസ് ഓർഗാൻസിൻ്റെ ഡയഗ്രാം വയ്ക്കും. ഓക്കെ, എന്നിട്ട് ഇത് തന്നിട്ട് ഇതിൽ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അനലോഗസ് ആണോ ഹോമലോഗസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ദെൻ അതിൻ്റെ എവല്യൂഷണറി ഇമ്പോർട്ടൻസും കൂടി എഴുതാൻ പറയും. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിൽ പാത്തജൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ നമുക്ക് 4 പാത്തജനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഡയഗ്രാം വയ്ക്കും. ഇവിടെ ഒരു ഡയഗ്രാം വെച്ചിട്ടുണ്ട്, അസ്കാരിസ് ആണ്. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അസ്കാരിസ് എന്നതിൻ്റെ പേര് എഴുതുക. ദെൻ ഇതുണ്ടാക്കുന്ന ഡിസീസ് ഏതാണ്? അസ്കാരിയാസിസ്. ദെൻ അതിൻ്റെ സിംറ്റം ഡയേറിയ, ഫീവർ. ഓക്കെ, ഇനി അടുത്ത പാത്തജൻ ഏതാ നോക്കാം. എൻറ്റമീബ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഡയഗ്രാം വയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? എൻറ്റമീബ എന്ന് എഴുതും. അതിൻ്റെ ഡിസീസിൻ്റെ പേര് അമീബിയാസിസ് എന്ന് എഴുതാം. ദെൻ അതിൻ്റെ സിംറ്റം ഡിസെൻട്രി, അബ്ഡോമിനൽ പെയിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ദെൻ നെക്സ്റ്റ് ഇസ് പ്ലാസ്മോഡിയം. ഈ ഒരു ഡയഗ്രാം വയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്ലാസ്മോഡിയം എന്ന് എഴുതുക. ദെൻ അതിൻ്റെ ഡിസീസ് മലേറിയ, സിംറ്റം ഫീവർ ആൻഡ് ഷിവറിങ്. അടുത്ത പാത്തജൻ റിംഗ്വേം ഫംഗസ്, മൈക്രോസ്പോറം.
ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡയഗ്രം ആയിരിക്കും വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? മൈക്രോസ്പോറം എന്ന് എഴുതും. ഡിസീസ് റിംഗ് വൂം ആണ്. ദെൻ സിംറ്റം ഡ്രൈ സ്കേലി ലെഷൻസ് ഓൺ സ്കിൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കും. 4 പാത്തോജൻ നമ്മൾ പറഞ്ഞു, അതിലേതെങ്കിലും ഒരെണ്ണേ വെക്കൂ. ഓക്കെ, ഇനി ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ പാത്തോജൻ അല്ല ചോദിക്കുന്നതെങ്കിൽ ഏത് ചോദിക്കാം? ഈ ഒരു ഡയഗ്രം വെക്കാം. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗ്രം വെക്കാം. ഒന്നെങ്കിൽ ഹോമലോഗസ് ഓർഗൻ ആയിരിക്കും വെക്കുക, അല്ലെങ്കിൽ അനലോഗസ് ഓർഗൻ ആയിരിക്കും വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹോമലോഗസ് ആണോ അനലോഗസ് ആണോ എന്ന് എഴുതാം. then ഇതിൻ്റെ എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഹോമലോഗസ് ഓർഗൻ, എന്താണ് അനലോഗസ് ഓർഗാൻസ് എന്നുള്ളത് എഴുതുക. അതിന് എക്സാമ്പിൾസും കൂടി ഒന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതിൽ ഹോമലോഗസ് ഓർഗൻ ആണെന്നുണ്ടെങ്കിൽ എഴുതേണ്ടത് എന്താ എഴുതേണ്ടത്? ഓർഗാൻസ് വിച്ച് ഹാവ് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഇൻ ഫങ്ഷൻ. എക്സാമ്പിൾ ഫോർ ലിംബ് ഓഫ് മാൻ, വെയിൽ, ബാറ്റ്, ചീറ്റ. ഇനി അനലോഗസ് ഓർഗൻ ആണ് വെക്കുന്നതെങ്കിൽ ഓർഗാൻസ് വിച്ച് ഹാവ് സിമിലർ ഫങ്ഷൻസ് ബട്ട് ഡിഫറെൻറ്റ് അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് അനലോഗസ് ഓർഗാൻസ് എന്ന് എഴുതുക. ഓക്കെ, എക്സാമ്പിൾ എഴുതുക. വിങ്സ് ഓഫ് ഇൻസെക്റ്റ് ആൻഡ് ബേർഡ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഗിവൻ എംബ്രിയോളജി സ്ലൈഡ്, സ്കെച്ച് ആൻഡ് ലാബൽ 1 പാർട്ട്. ഇത് ടോട്ടൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ സ്ലൈഡായിരിക്കും. 3 സ്ലൈഡാണ് നമുക്കുള്ളത്. ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല. ഇതിന് ടോട്ടൽ 2 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടെസ്റ്റിസ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എക്സാമിനർ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 10th ക്വസ്റ്റ്യൻ. നമ്മൾ 3 സ്ലൈഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വെക്കുക. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു റെഡ് കളറിൽ ഇവിടെ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ ടെസ്റ്റിസ് എന്ന് എഴുതുക. ഈ ഡയഗ്രം വരയ്ക്കുക. സൈഡിൽ കാണിച്ചിട്ടുള്ള ഡയഗ്രം വരച്ച് ലാബിൽ ചെയ്യുക. ഓക്കെ, ദെൻ ഇനി ഓവറി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് മൈക്രോസ്കോപ്പിലൂടെ കാണുക. വരയ്ക്കുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന ഈ ഒരു ഡയഗ്രം വരയ്ക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ ലാബിൽ ചെയ്യുക. ദ നെക്സ്റ്റ് വൺ ഈസ് ബ്ലാസ്റ്റുല. ബ്ലാസ്റ്റുല ആണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡയഗ്രം മൈക്രോസ്കോപ്പിൽ കാണുന്നത് എങ്ങനെയാണെന്നുള്ള ഡയഗ്രാമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? ബ്ലാസ്റ്റുല എന്ന് എഴുതുക. വരയ്ക്കുന്ന സമയത്ത് ഈ ലാബിൽ ചെയ്തിട്ടുള്ള ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലാബ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.